പ്രിയമിത്രങ്ങളെ, സ്വധർമ്മങ്ങൾ ഒന്നും തന്നെ ത്യജിക്കാതിരിക്കണമെന്നും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കുറച്ചുകൊണ്ടിരിക്കണമെന്നും ചെസ് കംപ്ലിയൻ ജീവിത ദർശനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ധർമ്മം എന്നത് ഏതൊരു മനുഷ്യനും ഈ ബാഹ്യപ്രപഞ്ചത്തിലും അതോടൊപ്പം അവനവൻ്റെ ആന്തരിക തലത്തിലും പാലിക്കേണ്ടതായ നിയമങ്ങളാണ്. സമൂഹജീവിയായ മനുഷ്യൻ്റെ നാനാവിധത്തിലുള്ള ബന്ധങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലുമായി വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ബന്ധങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു. പല കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ടതായും വരുന്നു. സാഹചര്യങ്ങളുടെ ആവശ്യാനുസരണം ആ വ്യക്തി പാലിക്കാൻ ബാധ്യസ്ഥനായ ഇത്തരം കടമകളും ഉത്തരവാദിത്വങ്ങളുമാണ് സ്വധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ജീവിതത്തിലെ ഓരോ റോളുകളും നാം കൈകാര്യം ചെയ്യുമ്പോൾ അവയോരോന്നും ആവശ്യപ്പെടുന്ന കടമകൾ നിറവേറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു. ഓരോരുത്തരുടെയും സ്വധർമ്മങ്ങളെ ക്ലിപ്തപ്പെടുത്തുന്നത് അവരവരുടെ സൂക്ഷ്മാവസ്ഥയുടെ നിലവാരമാണ്. ഓരോ സാഹചര്യത്തിലും നാം എന്താണ് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്, അതായത് സ്വധർമ്മം എന്തെന്ന് നമ്മുടെ ഉള്ളു പറഞ്ഞു തരും. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അയാളെ സഹായിക്കണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് സ്വധർമ്മമായി കണ്ട് പാലിക്കുവാൻ തയ്യാറാവണം. നമ്മുടെ ഓരോ കർമ്മങ്ങളും നല്ല ഉദ്ദേശത്തോടെയായിരിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ സ്വധർമ്മങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അത് കർമ്മങ്ങളിലെ സദുദ്ദേശത്തെ തകിടം മറിക്കുകയും അതുവഴി ആന്തരിക വളർച്ചയ്ക്ക് തടസ്സം വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വധർമ്മങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നേറുന്നത് ഏതൊരു വ്യക്തിയുടെയും ആന്തരികവും ബാഹ്യവുമായ സുസ്ഥിതിക്ക് അനിവാര്യമാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം. നമുക്കറിയാം, മനുഷ്യജീവിതത്തിൽ പരിപൂർണമായ നിസ്വാർത്ഥത അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ പടിപടിയായി കുറച്ചുകൊണ്ടുവരണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിനായി ബാഹ്യജീവിതത്തിൽ നാം ഏർപ്പെടുന്ന വ്യവഹാരങ്ങളിലെല്ലാം സ്വാർത്ഥതയുടെ അംശം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ ലാഭേച്ഛയോടെ സേവനങ്ങൾ നിർവഹിക്കുന്നത് ബോധപൂർവം മാറ്റിയെടുക്കുകയും വേണം. പ്രതിഫലം ഇച്ഛിക്കാതെ നിറഞ്ഞ മനസ്സോടെ വേണം സേവനം നൽകുവാൻ. കർമ്മങ്ങളുടെ ശ്രേഷ്ഠത അവയുടെ ഉദ്ദേശത്തിൽ അധിഷ്ഠിതമാകയാൽ എപ്പോഴും ഉദ്ദേശം ധർമ്മപാലനത്തിനും നിസ്വാർത്ഥതയ്ക്കും ഊന്നൽ നൽകുന്നതായിരിക്കണം. സ്വധർമ്മം പാലിക്കേണ്ടതിൻ്റെ ഭാഗമായി സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാലും അത് സമചിത്തതയോടെ ഉൾക്കൊള്ളുവാനുള്ള ആർജവം നാം പ്രാപ്തമാക്കണം. ഒപ്പം സാഹചര്യം ആവശ്യപ്പെടുന്ന പക്ഷം പ്രത്യക്ഷത്തിൽ സ്വാർത്ഥതയെന്ന് തോന്നിപ്പിക്കുന്ന കർമ്മങ്ങളും സ്വധർമ്മ പാലനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടിയും വന്നേക്കാം. കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ യുഗത്തിൽ സ്വധർമ്മങ്ങളെല്ലാം പാലിക്കുവാനും നിസ്വാർത്ഥതയിലേക്ക് പരമാവധി ചേർന്ന് നിൽക്കുവാനും ബോധപൂർവം നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇതുവഴി ഈ കർമ്മഫലങ്ങൾ നമ്മുടെ എത്തറിനെ സ്വാധീനിക്കുകയും നാളെകളെ സമ്പുഷ്ടമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നന്ദി.